ദേശീയ പണിമുടക്കിനിടെയുണ്ടായ സംഘർഷത്തെ തുടർന്ന് മൂന്നാർ SIയെ സ്ഥലം മാറ്റിയതിനെ ചൊല്ലി വിവാദം. കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥനെ CPM ജില്ലാ സെക്രട്ടറി ഇടപെട്ടാണ് സ്ഥലം മാറ്റിയതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. പോലീസ് നടപടി ഏകപക്ഷീയമായിരുന്നുവെന്ന് A. രാജ MLA പറഞ്ഞു. പണിമുടക്ക് ദിവസം മൂന്നാറിലുണ്ടായ സംഘർഷമാണിത്. സംഘർഷത്തിനിടെ സ്ഥലം MLA A. രാജയെ SI സാഗർ പിടിച്ചുതള്ളി. ഇതിനെതിരെ രൂക്ഷ വിമർശനവുമായി CPM-ഉം CPI-യും രംഗത്തെത്തി. ക്രൈം ഡിറ്റാച്ച്മെന്റ് ബ്യൂറോയിലേക്ക് SIയെ സ്ഥലം മാറ്റുകയും ചെയ്തു. നീതിന്യായ വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണിതെന്നും CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഇടപെട്ടാണ് സ്ഥലം മാറ്റിയതെന്നും കോൺഗ്രസ് നേതാവ് ഇബ്രാഹിം കുട്ടി കല്ലാർ പറഞ്ഞു. മൂന്നാർ SIക്ക് എതിരായിട്ടെടുത്തിട്ടുള്ള അച്ചടക്ക നടപടി നീതിന്യായ വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ്. CPM ജില്ലാ സെക്രട്ടറി CV വർഗീസിന്റെ അപ്രീതി സമ്പാദിച്ചു എന്നുള്ളതുകൊണ്ട് മാത്രമാണ് കാര്യക്ഷമതയുള്ള ഒരു ഉദ്യോഗസ്ഥനെ നിയമം നടപ്പിലാക്കി എന്നതിന്റെ പേരിൽ ഇത്തരത്തിലുള്ള അച്ചടക്ക നടപടിക്ക് വിധേയമാക്കിയിട്ടുള്ളത്. എന്ത് കാരണം പറഞ്ഞാണെങ്കിലും ശരി, ഈ കാര്യത്തെ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. യാത്രക്കാരെ തടയുന്നതടക്കമുള്ള പ്രകോപന നടപടികളിലേക്ക് സമരക്കാർ പോയതിനാലാണ് ഇടപെട്ടതെന്നാണ് പോലീസിന്റെ നിലപാട്. എന്നാൽ പ്രകോപനപരമായി ഒന്നുമുണ്ടായിട്ടില്ലെന്നും പോലീസ് നടപടി ഏകപക്ഷീയമായിരുന്നുവെന്നും MLA പറഞ്ഞു. എന്നാൽ സമരം ചെയ്യുന്ന ആളുകളുടെ ഭാഗത്തുനിന്ന് ഒരാളുടെ ഭാഗത്തുനിന്ന് പോലും പ്രകോപനപരമായിട്ടുള്ള ഒരു സംഭവം അവിടെ അക്രമ സംഭവമൊന്നും നടന്നിട്ടില്ല. എന്നാൽ പോലീസ് വന്നപാടെ അവിടെ സമരം ചെയ്യുന്ന ഈ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരെയും അതുപോലെ ട്രേഡ് യൂണിയന്റെ നേതാക്കന്മാരടക്കം ഒരു ഏകപക്ഷീയമായിട്ടുള്ള ഒരു പെരുമാറ്റമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. പോലീസ് വന്ന ആളുകൾക്കിടയിൽ പലരും മദ്യപിച്ച്, മൂന്നാർ SI അടക്കമുള്ള ആളുകൾ മദ്യപിച്ചാണ് ആ സമരത്തെ നേരിടാൻ വന്നത്. ഏകപക്ഷീയമായിരുന്നു. എന്നാൽ പ്രകോപനം ഉണ്ടാക്കാതെയാണ് ഇവർ ഈ രീതിയിലുള്ള ഒരു പെരുമാറ്റം നടത്തിയിട്ടുള്ളത്. SIയുടെ ഭാഗത്തു നിന്ന് മുൻപും ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ടെന്ന് CPM ജില്ലാ സെക്രട്ടറി ആരോപിച്ചു. മദ്യപിച്ചെത്തിയ പോലീസാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രദേശത്ത് ഏതെങ്കിലും ഒരു സംഘർഷത്തിൻ്റെതായി യാതൊരു അന്തരീക്ഷം ഉണ്ടായിരുന്നില്ല. വാഹനങ്ങൾ അവിടെ ഉണ്ടാകുന്ന തിരക്കിൻ്റെ ഭാഗമായി പ്രവർത്തകർ തന്നെ വാഹനങ്ങൾ കടത്തിവിടുന്ന ഒരു സന്ദർഭത്തിൽ ഇത്തരമൊരു സമീപനം പോലീസിൻ്റെ ഭാഗത്തുണ്ടാകാൻ പാടില്ലായിരുന്നു. ഈ സബ് ഇൻസ്പെക്ടറെ സംബന്ധിച്ച് അതിൽ ഇരുന്നിട്ടുള്ള എല്ലാ സ്റ്റേഷനുകളും അനാവശ്യമായി പൊതുപ്രവർത്തകർക്കിട്ട് ഉപദ്രവിക്കുകയും ചെയ്യുന്ന സമീപനമായിട്ടുണ്ട്. പോലീസിൻ്റെ വഴിവിട്ട ഈ നിലപാടിനെതിരായി ശക്തമായ നിലപാട് അദ്ദേഹത്തിനുണ്ടാവണം. മൂന്നാർ CI മനേഷ് പൌലോസ്, SI സാഗർ, CPO സമദ്, ജാബിർ എന്നിവർക്കെതിരെ ടൗണിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് 18 മൂന്നാർ. തിരുവനന്തപുരം ചാക്കയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊലക്കേസ് പ്രതിയെ കൊലപ്പെടുത്തിയതാണെന്ന് പോലീസ്. കാരാളി അനൂപ് വധക്കേസ് പ്രതി സുമേഷാണ് കൊല്ലപ്പെട്ടത്. ഇന്നലെ രാത്രിയാണ് സുമേഷിനെ പരിക്കേറ്റ റോഡരികിൽ കണ്ടെത്തിയത്. വിനോദ് ചേരുന്നു. വിനോദ്, അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപി, കാരാളി അനൂപ് വധക്കേസിലെ പ്രതികളിൽ ഒരാളായ സുമേഷാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ രാത്രിയാണ് ഈ സംഭവം. ചാക്കയ്ക്ക് സമീപമുള്ള ബാറിൽ സുമേഷും സുഹൃത്തും മദ്യപിക്കാനെത്തിയിരുന്നു. ഇതേ സമയം അവിടെ ഉണ്ടായിരുന്ന കാട്ടാക്കട സ്വദേശികളായ മറ്റ് 3 പേരുമായി ഇവർ വാക്ക് തർക്കത്തിൽ ഏർപ്പെട്ടു. നിസ്സാരമായ തർക്കമാണ് ഉണ്ടായത്. പിന്നീട് അത് വലിയ വാക്കേറ്റത്തിലേക്ക് മാറുകയായിരുന്നു. ഈ 3 സംഘം ബാറിന് പുറത്ത് കാറിൽ ഇവരെ കാത്തു നിൽക്കുകയായിരുന്നു. ഇവർ പുറത്തേക്ക് ഇറങ്ങുകയും ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ പിന്നിലൂടെ എത്തി കാറ് കൊണ്ട് ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. ഒരാൾ മരിച്ചു, മറ്റേയാൾ ഇപ്പോൾ ഗുരുതരമായ അവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ്. അനൂപ് വധക്കേസിലെ പ്രതിയാണ് സുമേഷ്. ഇതേ കേസിലെ പ്രതിയായ മറ്റൊരാൾ 2019 ലോർഡ്സ് ആശുപത്രിക്ക് സമീപം വെട്ടേറ്റ് മരിച്ചിരുന്നു. ഇവർ 2 പേരും ഈ കേസിലെ പ്രതികളാണ്. ഇതിൽ എന്തെങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ട് 2019 കൊലപാതകവും അതിന്റെ തുടർച്ചയാണോ ഇതെന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. പ്രാഥമികമായി പോലീസ് നൽകുന്ന വിവരം അനൂപ് വധക്കേസുമായി ഈ സംഭവത്തിന് ബന്ധമില്ല. ബാറിൽ ഇന്നലെ രാത്രി ഉണ്ടായ വാക്ക് തർക്കവും അതിലുണ്ടായ വൈരാഗ്യവുമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പ്രാഥമികമായ വിവരമാണ് അന്വേഷണ സംഘം ഇപ്പോൾ നൽകുന്നത്. ഗോപി, വിനോദാണ് വിവരങ്ങൾ നൽകിയത്.
തിരൂരിൽ റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ ഹോട്ടലുടമ കാറിടിച്ച് മരിച്ചു. ഇന്ന് പുലർച്ചെ നടുവിലങ്ങാടിയിലായിരുന്നു സംഭവം. മുസ്തഫയാണ് മരിച്ചത്. ഹോട്ടൽ തുറക്കാൻ പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത്. മലപ്പുറം മഞ്ചേരിയിൽ നഗരസഭാ കൌൺസിലറെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. നെല്ലിക്കുന്ന് സ്വദേശി ഷംസീറാണ് ഇന്ന് മഞ്ചേരി പോലീസിന്റെ പിടിയിലായത്. മുഖ്യപ്രതി അബ്ദുൽ മജീദിനെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ജലീലിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ചൊവ്വാഴ്ച രാത്രിയാണ് മഞ്ചേരി നഗരസഭാ കൌൺസിലർ അബ്ദുൾ ജലീൽ ക്രൂരമായി ആക്രമിക്കപ്പെട്ടത്. ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം ജലീലിന്റെ തലയ്ക്ക് ഇരുമ്പുതണ്ട് പോലെയുള്ള ഒരു വസ്തു കൊണ്ട് ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ജലീൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. മഞ്ചേരി പയ്യനാട് വെച്ച് വാഹനം പാർക്ക് ചെയ്തതിനെ തുടർന്നുണ്ടായ തർക്കത്തെ തുടർന്നായിരുന്നു ജലീലിന് നേരെ ആക്രമണം നടന്നത്. മൂർച്ചയേറിയ ആയുധോപയോഗിച്ചുള്ള ആക്രമണത്തിൽ തലയൊട്ടി തകർന്ന ജലീലിനെ 2 അടിയന്തര ശസ്ത്രക്രിയകൾക്ക് വിധേയനാക്കിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മഞ്ചേരി സ്വദേശികളായ അബ്ദുൾ മാജിദും ഷുഹൈബുമാണ് ആക്രമണത്തിന് പിന്നിലെന്നായിരുന്നു പോലീസിന് ആദ്യം ലഭിച്ച വിവരം. ഇന്നലെ അറസ്റ്റിലായ മാജിദിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നെല്ലിക്കുത്ത് സ്വദേശിയായ ഷംസീറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പ്രധാന പ്രതികളിൽ ഒരാളായ ഷുഹൈബിന് വേണ്ടി അന്വേഷണം പുരോഗമിക്കുന്നു. കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് മഞ്ചേരി നഗരസഭാ പരിധിയിൽ ഇന്ന് UDF ഹർത്താൽ ആചരിക്കുന്നുണ്ട്. ന്യൂസ് 18 മലപ്പുറം. 4 കിലോ കഞ്ചാവുമായി വർക്കലയിൽ യുവാവ് അറസ്റ്റിൽ. വെങ്ങാനൂർ സ്വദേശിയായ തുണ്ടുവിള വിഷ്ണുവാണ് പിടിയിലായത്. ഇയാൾ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. വർക്കല എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ K വിനോദ്, പ്രിവന്റീവ് ഓഫീസർ സെബാസ്റ്റ്യൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. തിരുവമ്പാടി ഭാഗത്ത് നിന്നും തിരുവമ്പാടി ഹാർച്ചറി അക്വേറിയത്തിന് സമീപത്ത് നിന്നും 4 കിലോ കഞ്ചാവ് കൈവശം വെച്ച് കടത്തി കൊണ്ടുവന്ന തിരുവനന്തപുരം ജില്ലയിൽ വെങ്ങാനൂർ വില്ലേജിൽ കോവളം KS റോഡ് തുണ്ടുവിള വീട്ടിൽ ശശിമാലൻ ടെവർ എന്ന് വിളിക്കുന്ന 22 വയസ്സുള്ള വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ടിയാന് ഈ സാധനം തമിഴ്നാട്ടിലെ മുത്തു എന്ന് പറയുന്ന ആളാണ് ടിയാൻ കൊടുത്ത് വർക്കല ഭാഗത്ത് എത്തിക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുള്ളതായിരുന്നു. അങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് ഞങ്ങൾ ടിയാനെ പിടികൂടിയത്. 6 കിലോ കഞ്ചാവുമായി 2 യുവാക്കളെ കുറ്റിപ്പുറം പോലീസ് പിടികൂടി. തവനൂർ സ്വദേശി മുഹമ്മദ് ജുറൈജ്, കൊണ്ടോട്ടി സ്വദേശി ഷമീർ എന്നിവരെയാണ് പിടികൂടിയത്. ചെന്നൈയിൽ നിന്നാണ് കഞ്ചാവ് കൊണ്ടുവന്നത്. സഞ്ചാര സ്വാതന്ത്ര്യമില്ലാതെ ഇടുക്കി വാഴത്തോപ്പിലെ കൊക്കരക്കുളം നിവാസികൾ. മഴയിൽ റോഡും പാലവും തകർന്നതാണ് ഇവരെ ദുരിതത്തിലാക്കിയത്. മഹാപ്രളയവും പിന്നീടുള്ള മഴക്കാലവും വാഴത്തോപ്പുകാർക്ക് നൽകിയത് ദുരിതം മാത്രമാണ്. ഉൾഗ്രാമമായ കൊക്കരക്കുളത്തും വലിയ നാശമുണ്ടായി. 100ഓളം കുടുംബങ്ങളുടെ യാത്രാമാർഗമായ കൊക്കരക്കുളം തകർന്നിട്ട് കാലങ്ങളായി. ഇതോടെ പ്രദേശവാസികൾക്ക് പുറം ലോകത്തേക്കെത്താൻ ബുദ്ധിമുട്ടായി. പാലം നിർമ്മിച്ചു നൽകാമെന്ന് ജനപ്രതിനിധികൾ വാഗ്ദാനം ചെയ്തുവെങ്കിലും നടപടിയായില്ല. രോഗികളെ ചുമന്നുകൊണ്ടുപോകേണ്ട ഗതികേടിലാണ് ഇപ്പോൾ. രോഗികളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ സഞ്ചരിക്കുന്ന ഒരു ഏക നടപ്പാലമാണിത്. ഗതാഗത യോഗ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളെ എടുത്തിട്ട് പോകാനുള്ള ഒരു സൗകര്യം പോലും ഈ പാലത്തിനില്ല എന്നുള്ളതാണ് ഖേദകരമായ ഒരു കാര്യം. നിരവധി വിദ്യാർത്ഥികളാണ് പഠിക്കാൻ പോലും ബുദ്ധിമുട്ടുന്നത്. മരത്തടികൾ വെട്ടിയിട്ടാണ് നാട്ടുകാർ ഇപ്പോൾ മറുകര എത്തുന്നത്. തൊഴിലുറപ്പ് ജോലികളുടെ ഭാഗമായി ചില നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയെങ്കിലും മഴക്കാലത്ത് ഇവയെല്ലാം കുത്തിയൊലിച്ചുപോയി. അടുത്ത മഴക്കാലത്തിന് മുൻപ് ഒരു പോംവഴിയുണ്ടാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. വളാഞ്ചേരി പൂക്കാട്ടിരിയിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ 19കാരൻ റിമാൻഡിൽ. കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രതിയായ ഷിനാസിനെതിരെ പോക്സോ നിയമപ്രകാരവും തട്ടിക്കൊണ്ടുപോയതിനുമാണ് കേസെടുത്തിരിക്കുന്നത്. കുട്ടിയുമായുള്ള സൗഹൃദം വിലക്കിയ കുടുംബത്തെ ഭയപ്പെടുത്താനാണ് കൃത്യം ചെയ്തതെന്നാണ് ഇയാളുടെ മൊഴി. പ്രതി ലഹരിക്ക് അടിമയാണെന്ന് പോലീസ് അറിയിച്ചു. അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊന്നലുമായി മൂന്നാർ പഞ്ചായത്തിന്റെ വാർഷിക ബജറ്റ്. ലൈഫിനും മാലിന്യ നിർമ്മാർജ്ജനത്തിനും ബജറ്റിൽ പ്രത്യേക പരിഗണന. മൂന്നാറിന്റെ വികസനം സാധ്യമാക്കാൻ ബജറ്റിന് കഴിയുമെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A. രാജേന്ദ്രൻ പറഞ്ഞു. இந்த பட்ஜெட்டில் ரொம்ப முக்கியமாக நம்ம கொடுக்குறது லைஃப் மிஷனுக்கும் மூணார் பியூட்டிஃபிகேஷன் வேஸ்ட் மேனேஜ்மெண்ட் இதுக்கு தான் கூடுதல் நம்ம பிராதானியம் கொடுத்துருக்கோம். இதில் கொடுத்து நமக்கு வர்ற போன காலங்களில் வேஸ்ட் மேனேஜ்மெண்ட்டுக்கு நிறையா சதமானம் நம்ம செலவழிச்சிருக்கோம். ஆனால் வர்ற காலங்களில் அதுக்குள்ளே செலவுகள் குறைச்சி வேஸ்ட் மேனேஜ்மெண்ட்டுக்குள்ள செலவுகள் குறைச்சி ஆளுகளுக்கு போதவல்கரணம் பண்ணி எப்படி நமக்கு வேஸ்ட் மேனேஜ்மெண்ட்டை பக்கம் ஆக்கலாம் அப்படின்னு உள்ள ஒரு பட்ஜெட் தான் இந்த வருஷம் நம்ம பண்ணியிருக்கோம். முக்கியமாக நம்ம மூணார் பியூட்டிஃபிகேஷனுக்கும் லைஃப் மிஷனுக்கும் கூடுதல் பிராதானியம் நம்ம கொடுத்துருக்கோம். உங்களுக்கு தெரிஞ்ச விஷயம் தான். நமக்கு இது வந்து
டூரிஸ்ட் கேந்திரனால அந்த டூரிஸ்ட்டில் உள்ள வர்றவங்களுக்கு எந்த ஒரு குறையும் இல்லாமல் மூணாரை வந்து மூணாறு ஓகே நல்லா இருக்குது அப்படின்னு ஒரு சர்டிஃபிகேஷன் கொடுத்து போகிற மாதிரி இருக்கணும். அப்படி உள்ள ஒரு வேஸ்ட் மேனேஜ்மெண்ட் ஸ்கீம் தான் இந்த வருஷம் நம்ம பிளான் பண்ணிருக்கோம். നെടുമങ്ങാട് റവന്യൂ ടവറിൽ മരം കടമുഴുകി വീണ വാഹനങ്ങൾക്ക് കേടുപാട്. വെഞ്ഞാറമൂട് സ്വദേശി മുജി, പാലോട് സ്വദേശി ഷൺമുഖം സുന്ദരം എന്നിവരുടെ വാഹനങ്ങൾ മുകളിലേക്കാണ് മരം വീണത്. ഉണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടതിനാൽ ദുരന്തം ഒഴിവായി. ഇടുക്കി കട്ടപ്പന പേഴുംകണ്ടത്ത് ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം എത്തുന്നത് പതിവാവുന്നു. പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ ആനകളെ ഉൾവനത്തിലേക്ക് തുരത്തിയാലും വീണ്ടും എത്തുകയാണ്. തുടർച്ചയായി ആനകൾ ഇറങ്ങുന്നതിനാൽ അവ കൃഷിയിടങ്ങളിലേക്ക് കടക്കുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ഒരു മാസത്തിനിടെ രണ്ടാം തവണയാണ് കാഞ്ചിയാർ പഞ്ചായത്തിലെ പേഴുംകണ്ടത്ത് കാട്ടാനക്കൂട്ടം എത്തിയത്. ഉൾവനത്തിൽ നിന്നും ഇടുക്കി ജലാശയം മറികടന്നാണ് ആനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ വലിയ ശബ്ദങ്ങൾ ഉണ്ടാക്കി കാട്ടാനകളെ തുരത്താറാണ് പതിവ്. കഴിഞ്ഞ തവണ എത്തിയ ആനക്കൂട്ടം ഏക്കർ കണക്കിന് കൃഷിഭൂമിയാണ് നശിപ്പിച്ചത്. കന്നുകാലിക്ക് പുല്ല് പോയ ആൾക്കാർ ആനയെ കണ്ട് ഭയപ്പെട്ട് ഓടി ഇവിടെ വന്ന് ഞങ്ങൾ നാട്ടുകാരോട് വിവരം പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ സംഘം ചേർന്ന് ആനയെ അന്വേഷിച്ച് പോയി. ചെന്നപ്പോൾ ആന അവിടെ ഉണ്ടായിരുന്ന പനയൊക്കെ ഓടിച്ച് തിന്നുകൊണ്ട് നിൽക്കുന്നത് ഞങ്ങൾ കാണുന്നു. മുൻ വർഷങ്ങളിലും ആനകൾ വന്നിരുന്നെങ്കിലും ജനവാസ മേഖലയിലേക്ക് കടന്നിരുന്നില്ല. ഈ വർഷം 2 തവണ ആനക്കൂട്ടം എത്തിയതോടെ ആശങ്കയിലാണ് കർഷകർ. വനമേഖലയിൽ നിന്നെത്തുന്ന കുരങ്ങുകളും കൃഷി നശിപ്പിക്കുന്നത് പതിവാണ്. അധികൃതർ ഉടനടി പരിഹാരം കാണണമെന്നാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് 18 കട്ടപ്പന. ഇടവേള. പരസഹായമില്ലാതെ ഒരു കോൺക്രീറ്റ് വീട് നിർമ്മിക്കാൻ കഴിയുമോ? ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ തെറ്റി. കണ്ണൂർ ചെറുപുഴ മുളപ്രയിൽ അത്തരത്തിലൊരു വീട് നിർമ്മിച്ച് വ്യത്യസ്തനാവുകയാണ് പാലങ്ങാട്ട് മനോജ് എന്ന 44-കാരൻ. ചെറുപുഴ മുളപ്ര ക്ഷേത്രത്തിന് സമീപത്തു നിന്നുള്ള കാഴ്ചയാണിത്. 1200 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള വീട് ഒരാൾ പരസഹായമില്ലാതെ നിർമ്മിക്കുകയാണ്. ഏതാണ്ട് ലിൻഡൽ ഉയരത്തിൽ വരെ എത്തി വീട് നിർമ്മാണം. ഇനി മേൽക്കൂരയുടെ കോൺക്രീറ്റ് നടത്തണം. മെയിൻ റോഡിനോട് ചേർന്ന് 13 സെന്റ് സ്ഥലത്താണ് മനോജിന് വീട് ഉയരുന്നത്. വലിയ കുഴിയുണ്ടായിരുന്ന പ്രദേശത്ത് മണ്ണിട്ട് നികത്തിയാണ് വീട് നിർമ്മാണം. നിർമ്മാണ തൊഴിലാളിയായ മനോജ് ജോലി കഴിഞ്ഞുള്ള ഇടവേളകളാണ് വീട് നിർമ്മാണത്തിനായി മാറ്റിവെക്കുന്നത്. കല്ല് കെട്ടുന്നതും കുഴിയെടുക്കുന്നതും സിമന്റ് കുഴക്കുന്നതും വെള്ളം കോരുന്നതുമെല്ലാം മനോജ് തന്നെ. ഭാര്യ അമ്പിളി സഹായിക്കാമെന്ന് പറഞ്ഞെങ്കിലും മനോജ് സമ്മതിച്ചില്ല. തനിച്ച് ചെയ്യുമ്പോഴുള്ള സംതൃപ്തി മറ്റൊരാൾ സഹായിക്കുമ്പോൾ ഉണ്ടാവില്ലെന്നാണ് മനോജിന്റെ പക്ഷം. കല്ല് അവിടെ കൊണ്ടുപോക്കും, ചാന്ത് ഇവിടുന്ന് കൂട്ടും, കൊണ്ടുപോയി നിലപ്പുറത്ത് വെക്കും, അതിൻ്റെ മേലെ കല്ല് എടുത്ത് വെക്കും, കയറും, വീണ്ടും ഇറങ്ങും, എടുത്ത് വെക്കും, വീണ്ടും ഇറങ്ങും, ചാന്ത് കൂട്ടും, ചാന്ത് പോരും, അതിനോട് വെള്ളം എടുക്കും, പോയിട്ട് ചാന്ത് കുഴക്കും, അങ്ങനെ കൊണ്ടുപോകും. ലൈഫ് പദ്ധതിയിൽ പലതവണ അപേക്ഷ സമർപ്പിച്ചിട്ടും വീട് ലഭിക്കാതെ വന്നതോടെയാണ് ഒരു മധുരപ്രതികാരം എന്നോണം സ്വന്തമായി വീട് നിർമ്മിക്കാൻ മനോജ് ഇറങ്ങിത്തിരിച്ചത്. 10 വർഷം മുമ്പ് സ്വന്തമായി നിർമ്മിച്ച കൊച്ചുവീട്ടിലാണ് മനോജും കുടുംബവും ഇപ്പോൾ താമസിക്കുന്നത്. വീട് നിർമ്മാണത്തോടൊപ്പം സ്വന്തമായി കിണർ കുഴിച്ചതും മനോജ് തന്നെ. പഴയ വീടിനകത്ത് മഴയൊക്കെ പെയ്തിട്ടുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വെള്ളമൊക്കെ കയറും. പിന്നെ ഇവിടെ പാലമൊന്നും ഇല്ലായിരുന്നു. അപ്പം ഇപ്പം പാലമൊക്കെ ആയിട്ടുണ്ട്. അപ്പം അതിന് മുന്നേ ഒക്കെ വെള്ളം കയറി. ഇപ്പം ആണെങ്കിലും മഴ പെയ്യാൻ നേരത്തെ ഒരുപാട് നെർച്ചിലൊക്കെ അടിച്ച് വെള്ളം ഇങ്ങനെ നന്നായിട്ട് കയറും. കൊല്ലം കൂടെ അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല വീട്ടിൽ. അപ്പം ആ ഒരു ഇതുകൊണ്ടാണിട്ട് വേഗം തന്നെ ഇങ്ങോട്ടൊരു വീടുണ്ടാക്കാം എന്നുള്ളൊരു ഇത് ചേട്ടന് ഉദിച്ചത്. സൺഷെയ്ഡ് നിർമ്മാണത്തിനും മേൽക്കൂര കോൺക്രീറ്റ് ചെയ്യാനും മാത്രം തൊഴിലാളികളുടെ സഹായം തേടാനാണ് മനോജിന്റെ തീരുമാനം. പരസഹായമില്ലാതെ നിർമ്മിക്കുന്ന വീട്ടിൽ അടുത്ത മഴക്കാലത്തിന് മുമ്പ് താമസിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് മനോജും കുടുംബവും. ന്യൂസ് 18 ആലക്കോട്. തിരുവനന്തപുരം അതിയന്നൂരിൽ ക്ഷീരകർഷക സംഗമം മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. സംഗമത്തോടനുബന്ധിച്ച് കന്നുകാലി പ്രദർശനവും ഡോക്യുമെന്ററി പ്രകാശനവും സെമിനാറും സംഘടിപ്പിച്ചിരുന്നു. ഫാർമേഴ്സ് ഇൻഫർമേഷൻ കം ഫെസിലിറ്റേഷൻ സെന്റർ ഉദ്ഘാടനവും മികച്ച ക്ഷീരസംഘത്തിനുള്ള അവാർഡ് വിതരണവും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. മകന്റെ ജന്മദിനത്തിൽ വിദ്യാർത്ഥികൾക്ക് മത്സ്യക്കുഞ്ഞുങ്ങളെ നൽകിയ ഒരു അധ്യാപകൻ. മലപ്പുറം പറപ്പൂരിൽ PA ഹാഫിസാണ് സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും അലങ്കാര മത്സ്യങ്ങൾ സമ്മാനമായി നൽകിയത്. ജന്മദിവസങ്ങളിൽ മധുരം വിതരണം ചെയ്യുന്നതാണ് പതിവ് കാഴ്ച. എന്നാൽ ആ പതിവ് തെറ്റിച്ചിരിക്കുകയാണ് പറപ്പൂർ വെസ്റ്റ് AMLP സ്കൂളിലെ അധ്യാപകൻ PA ഹാഫിസ്. മകൻ ഇസാൻ മുഹമ്മദിന്റെ 1ാം പിറന്നാളിന് ഹാഫിസ് വിതരണം ചെയ്തത് അലങ്കാര മത്സ്യങ്ങളെയാണ്.
ഗപ്പി മീനുകളെയാണ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് നൽകിയത്. മിഠായിക്ക് പകരം അലങ്കാര മത്സ്യങ്ങളെ ലഭിച്ചത് വിദ്യാർത്ഥികൾക്ക് ഇരട്ടി മധുരമായി. സ്കൂൾ വിട്ടെത്തിയ വിദ്യാർത്ഥികളുടെ കയ്യിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ കണ്ടതോടെ രക്ഷിതാക്കൾക്കും കൗതുകമായി. ഇതോടെ നാട് മുഴുവൻ അറിഞ്ഞു. അധ്യാപകന്റെ വേറിട്ട പിറന്നാൾ സമ്മാനം സമൂഹമാധ്യമങ്ങളിലും വൈറലായി. അധ്യാപകനെ അഭിനന്ദിച്ചുകൊണ്ട് നിരവധി പേരാണ് എത്തുന്നത്. ന്യൂസ് 18 തിരൂർ. മൂന്നാർ ആംഗ്ലോ തമിഴ് പ്രൈമറി സ്കൂളിലെ അധ്യാപിക മാരിയമ്മ 36 വർഷത്തെ സേവനത്തിനൊടുവിൽ വിരമിച്ചു. നാട്ടുകാരും പിടിഎയും ചേർന്ന് യാത്രയയപ്പ് സംഘടിപ്പിച്ചു. സ്കൂളിന്റെ നിലവാരം ഉയർത്തുന്നതിലും സൗകര്യം മെച്ചപ്പെടുത്തുന്നതിലും നിർണായക പങ്ക് വഹിച്ചയാളെയാണ് മാരിയമ്മ. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവത്തിൽ ബുദ്ധിമുട്ടുകയാണ് ഇടുക്കി അഞ്ചുരുളി വിനോദസഞ്ചാര കേന്ദ്രം. വികസനത്തിനായി ഫണ്ട് വകയിരുത്താറുണ്ടെങ്കിലും വകുപ്പുകളുടെ ഏകോപനം ഇല്ലായ്മ മൂലം തുക വകമാറ്റി ചെലവഴിക്കേണ്ട അവസ്ഥയാണ്. ഇടുക്കിയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് അഞ്ചുരുളി ജലാശയം. ടണൽ മുനമ്പിലെ കാഴ്ചകൾക്കൊപ്പം കോളേജ് മല, അയ്യപ്പൻകോവിൽ തൂക്കുപാലം തുടങ്ങി നിരവധി കാഴ്ചകളുണ്ട്. മേഖലയുടെ വികസനത്തിനായി എല്ലാ വർഷവും കാഞ്ചിയാർ പഞ്ചായത്ത് തുക വകയിരുത്താറുണ്ട്. എന്നാൽ വിവിധ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മയാണ് പ്രശ്നം. വനം വകുപ്പും KSCBയും ടൂറിസം വികസന പദ്ധതികളുമായി സഹകരിക്കുന്നില്ല എന്നാണ് പരാതി. അഞ്ചുരുളി പോലുള്ള സ്ഥലങ്ങളിൽ യാതൊരുവിധ പ്രവർത്തനം നടക്കുന്നതിനും ഫോറസ്റ്റ് അധികൃതരോ അല്ലെങ്കിൽ മറ്റ് ഡാം സേഫ്റ്റി KSCB അധികൃതരോ പഞ്ചായത്തിനോ സഹകരിക്കുന്നില്ല. ഇത്തരം പരിപാടികളുണ്ട്. പഞ്ചായത്തിൽ നിന്ന് ഓരോ വർഷവും വെക്കുന്ന ഫണ്ടുകൾ വകമാറ്റി ചെലവഴിക്കേണ്ട ഗതികേടാണ് ഓരോ ഗ്രാമപഞ്ചായത്തിലും. കഴിഞ്ഞ മഴക്കാലത്ത് തകർന്ന അഞ്ചുരുളിയിലെ കോൺക്രീറ്റ് പാത പുനർനിർമ്മിക്കാൻ ഇതുവരെയും വനം വകുപ്പ് അനുമതി നൽകിയിട്ടില്ല. സഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള നിർമ്മാണങ്ങളും നടക്കുന്നില്ല. വനമേഖലയിലെ ട്രക്കിംഗ് ഉൾപ്പെടെ വിവിധ പദ്ധതികളാണ് ഇത്തവണ പഞ്ചായത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. വകുപ്പുകളുടെ ഏകോപനമുണ്ടായാൽ ജില്ലയിലെ ഏറ്റവും മികച്ച വിനോദസഞ്ചാര കേന്ദ്രമാകാൻ അഞ്ചുരുളിക്ക് സാധിക്കും. ന്യൂസ് 18 അഞ്ചുരുളി. 1.5 സെന്റിമീറ്റർ വലിപ്പത്തിൽ ഇന്ത്യയുടെ ഭൂപടം വരച്ച് ശ്രദ്ധേയനായിരിക്കുകയാണ് കാസർഗോഡ് നീലേശ്വരത്തെ PV ഭവ്യ എന്ന 9ാം ക്ലാസ്സുകാരി. 10 മിനിറ്റിനുള്ളിൽ തീർത്ത കൊച്ചു കലാരൂപത്തിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ പുരസ്കാരവും കിട്ടി. ഡോളോ ഗുളികയ്ക്ക് പുറത്ത് 1.5 സെന്റിമീറ്റർ വലുപ്പത്തിൽ ഇന്ത്യയുടെ ഭൂപടം വരച്ചിരിക്കുകയാണ് നീലേശ്വരം ചേടി റോഡിലെ PV ഭവ്യ. 10 മിനിറ്റിനുള്ളിൽ തീർത്ത കൊച്ചു കലാരൂപത്തിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് പുരസ്കാരവും കിട്ടി. ലോക്ഡൌണിലെ വിരസത മാറ്റാനാണ് ഭവ്യ ബോട്ടിൽ ആർട്ടിൽ പരീക്ഷണം തുടങ്ങിയത്. പിന്നീട് വ്യത്യസ്തമായ എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹമാണ് ഗുളികയ്ക്ക് പുറത്ത് ഇന്ത്യയുടെ ഭൂപടം തീർക്കാൻ ഭവ്യയെ പ്രേരിപ്പിച്ചത്. അറുപത്തിയഞ്ചോളം വ്യത്യസ്തമായ കലാവിരുതുകൾ തീർത്തു. മോഹൻലാൽ, മമ്മൂട്ടി, സച്ചിൻ തെണ്ടുൽക്കർ തുടങ്ങി പ്രമുഖരുടെ പിറന്നാൾ ദിനത്തിലും ആശംസകൾ നേർന്നുകൊണ്ട് രൂപങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ലോക്ക്ഡൗൺ ടൈമിൽ ബോട്ടിൽ ആർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ബോട്ടിൽ പെയിൻറ് ചെയ്യുമ്പോഴേ എനിക്കിങ്ങനെ എന്തെങ്കിലും ഒരു റെക്കോർഡിന് കൊടുക്കണമെന്ന് ഉണ്ടായിന്. അപ്പോൾ കുറേ കേട്ടിട്ടുണ്ട് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിനെ കുറിച്ചിട്ട്. അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്ത് നോക്കി. അപ്പോൾ ഇതിൽ അച്ഛനോട് ഒരിക്കൽ ഗുളിക വാങ്ങിക്കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് അതിനകത്ത് 1.5 സെൻറ്റിമീറ്റർ ഹൈറ്റിലും 1.2 സെൻറ്റിമീറ്റർ വിഡ്ത്തിലും അക്രലിക് പെയിൻറ് ഉപയോഗിച്ചിട്ട് ഇന്ത്യൻ്റെ മാപ്പ് വരച്ചു. അങ്ങനെ അവർക്ക് ഞാൻ അയച്ചു കൊടുത്തു. എന്നിട്ടാകുമ്പോൾ പിന്നെ മെയിൽ വന്നു, ഇങ്ങനെ സെലക്ട് ആയി. കക്കാട്ട് GHSSലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഭവ്യ 8 വർഷമായി ഭരതനാട്യ രംഗത്തും സജീവമാണ്. വിദ്യാനഗർ ITIയിലെ അധ്യാപകനായ രാജീവിന്റെയും അനിതയുടെയും മകളാണ് ഭവ്യ. ന്യൂസ് 18 കാസർഗോഡ്. യാത്രക്കിടെ അപമര്യാദയായി പെരുമാറിയ ആളെ നാട്ടുകാരുടെ സഹായത്തോടെ ഓടിച്ചിട്ട് പിടിച്ച് പെൺകുട്ടി പോലീസിൽ ഏൽപ്പിച്ചു. കണ്ണൂർ സ്വദേശിയായ 21-കാരിയാണ് ശല്യം ചെയ്ത 52-കാരനെ നിയമത്തിന് മുമ്പിലെത്തിച്ചത്. സ്വകാര്യ ബസ് സമരം നടന്ന 26-നായിരുന്നു സംഭവം. വീട്ടിൽ നിന്ന് കാഞ്ഞങ്ങാട്ടെ കോച്ചിംഗ് സെന്ററിലേക്കുള്ള ബസ് യാത്രക്കിടെയാണ് സഹയാത്രികനിൽ നിന്ന് അപമാനകരമായ പെരുമാറ്റമുണ്ടായത്. പെൺകുട്ടി ചോദ്യം ചെയ്തതോടെ യാത്രക്കാരൻ ബസ്സിൽ നിന്നിറങ്ങി ഓടി. പിന്നാലെ ഓടിയ പെൺകുട്ടി കുറച്ചകലെയുള്ള ലോട്ടറി സ്റ്റാളിൽ നിന്ന പ്രതിയെ തടഞ്ഞുവെച്ച് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. സമൂഹമാധ്യമത്തിലൂടെ ഇക്കാര്യം പങ്കുവച്ചതോടെയാണ് പെൺകുട്ടിക്കുണ്ടായ ദുരനുഭവവും ചെറുത്തുനിൽപ്പും പുറം ലോകമറിഞ്ഞത്. ഇത്രയും സ്ഥലം ഉണ്ടായിട്ടൊന്നും എൻ്റെ മേക്ക് വന്നിങ്ങനെ വീഴേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ ഞാൻ ദേഷ്യപ്പെട്ട് ചീത്തയൊക്കെ വിളിച്ചു. അപ്പം കണ്ടക്ടർ വന്നിട്ട് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. ഞാൻ ഇന്നതുപോലെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഓൺ ദ സ്പോട്ട് തന്നെ അയാൾ ഇറങ്ങിപ്പോകാൻ പറഞ്ഞു.
ഇറങ്ങിയ ഉടനെ എന്നോട് പറഞ്ഞു വിട്ടേ മോളെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വിടാൻ പറ്റില്ല, ഇത് ഫസ്റ്റ് ടൈം അല്ല എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഇയാളെ പുറകെ തന്നെ ഇറങ്ങി. അപ്പോൾ ഇയാൾ കുറച്ച് നല്ല ഡിസ്റ്റൻസ് കവർ ചെയ്തു. അന്ന് നല്ല തിരക്കും ഉണ്ടായിരുന്നു റോഡിൽ. അപ്പോൾ ഞാൻ ഇയാളുടെ പുറകെ ഓടി. അപ്പോൾ ഇയാൾ കുറച്ച് ഒരു ഒറ്റപ്പെട്ട സ്ഥലത്തേക്ക്, ഒരു ലോട്ടറി ഷോപ്പിലേക്കാണ് കയറിപ്പോയത്. ഞാൻ പുറകെ തന്നെ പോയി ഷൗട്ട് ചെയ്തു. അപ്പം ആൾക്കാരൊക്കെ ബസ്സിൽ നിന്ന് എനിക്ക് പ്രത്യേകിച്ച് ആരും സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്നിച്ച് നിൽക്കാനും ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ അവരുടെ തിരക്കിന് പോകുന്നതായിരിക്കാം. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിന്നു. പെൺകുട്ടി വിവരമറിയിച്ചതിനെ തുടർന്ന് പിങ്ക് പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. പരാതിയെ തുടർന്ന് തൃക്കരിപ്പൂർ മാണിയാട്ട് സ്വദേശി രാജീവിനെ ഹോസ്ദുർഗ് പോലീസ് അറസ്റ്റ് ചെയ്തു. ന്യൂസ് 18 കാസർഗോഡ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് ദേവസ്വം ഭരണസമിതി. ഭക്തർക്കായി നിരവധി ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുമെന്ന് ചെയർമാൻ പറഞ്ഞു. ദേവസ്വം ആശുപത്രിയിൽ കേടായ എക്സ്റേ മെഷീൻ ഉടൻ പുനഃസ്ഥാപിക്കുമെന്നും അഡ്മിനിസ്ട്രേറ്റർ വ്യക്തമാക്കി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള അഡ്വക്കേറ്റ് ക്ലാർക്ക് അസോസിയേഷൻ പത്തനംതിട്ട മിനി സിവിൽ സ്റ്റേഷന് മുൻപിൽ പണിമുടക്കി ധർണ നടത്തി. അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ പി രാജൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ആർ സുരേഷ്, അടൂർ, വിവിധ അഭിഭാഷക സംഘടനകളുടെ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു. കാരുണ്യത്തിന്റെയും കരുതലിന്റെയും കാഴ്ചയാണ് വയനാട്ടിൽ നിന്നുള്ളത്. നിർധനരായ രോഗികൾക്കുള്ള ചികിത്സാ സഹായത്തിന് മന്തി ചലഞ്ച് നടത്തുകയാണിവർ. കൽപ്പറ്റയിലെ തുർക്കി ജീവൻ രക്ഷാ സമിതിയാണ് ചലഞ്ചിന് നേതൃത്വം നൽകുന്നത്. നിർധനരായ രോഗികൾക്ക് ചികിത്സാവശ്യത്തിനായാണ് ചിക്കൻ മന്തി ചലഞ്ച് സംഘടിപ്പിക്കുന്നത്. ജീവൻരക്ഷാ സമിതി, വളണ്ടിയർമാർ, സന്നദ്ധ സംഘടനകൾ, നാട്ടുകാർ എല്ലാവരും ഇതിനായി കൈകോർത്തു. 100ഓളം പേരാണ് പിന്നണിയിലുള്ളത്. ഉച്ചയാകുമ്പോഴേക്കും മന്തിപ്പൊതികൾ വിതരണം ചെയ്തു കഴിയും. 100 രൂപയ്ക്കാണ് വിൽപ്പന. ചലഞ്ചിൽ ആദ്യം 5000 മന്തി കൊടുക്കാനാണ് തീരുമാനിച്ചതെങ്കിലും മികച്ച പിന്തുണ ലഭിച്ചതോടെ 3 ദിവസങ്ങളിലായി 9000 എണ്ണം വിറ്റു. ഒരു പ്രദേശത്തെ യുവജനങ്ങളാകെ ഒന്നായിട്ടുള്ള യുവജനങ്ങൾ എന്നുള്ളതല്ല, അതിനുമുപരിയായിട്ട് ഇവിടെയുള്ള സ്ത്രീകളായിട്ടുണ്ടെങ്കിലും കുറച്ച് പ്രായമുള്ള ആളുകളായിട്ടുണ്ടെങ്കിലും ഈ പ്രദേശം ഒന്നാകെ ഈ ഒരു സംരംഭത്തിനായിട്ട് നിൽക്കുന്നത്. വയനാട് ജില്ലയിലെ എല്ലാ സംഘടനകളും ഞങ്ങൾക്ക് വേണ്ടി സഹകരിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി സ്പോൺസർഷിപ്പ് എല്ലാ ഭാഗത്തും ഞങ്ങൾക്ക് നല്ല സ്പോൺസർഷിപ്പ് ലഭിച്ചിട്ടുണ്ട്. തുർക്കി പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും ഇതിൽ സജീവമായിട്ട് പങ്കാളികളായിട്ടുണ്ട്. കൽപ്പറ്റ, പനമരം, ബത്തേരി, പടിഞ്ഞാറത്തറ, പിണങ്ങോട് ഭാഗങ്ങളിൽ മന്തി വിൽക്കാറുണ്ട്. സാംസ്കാരിക, രാഷ്ട്രീയ, സാമൂഹ്യ രംഗത്തെ നിരവധി പേരുടെ സഹായം തുർക്കി ജീവൻ രക്ഷാ സമിതിക്ക് ലഭിച്ചു കഴിഞ്ഞു. ന്യൂസ് 18 വയനാട്. നാട്ടുവർത്തമാനം പൂർണ്ണമാവുന്നു. നമസ്കാരം.